ഹായ് ഗായ്സ്, ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും തമിഴിൽ കണ്ട പോലെ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് സെൻസയെക്കുറിച്ച് അതിനെക്കുറിച്ച് എക്സെട്രാ കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല നോക്കാൻ വന്നേ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വന്നത് നറൂട്ടോ ചാപ്റ്റർ 2 കുറിച്ച് കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വന്നത്. അതിൻ്റെ കുറേ ഇവൻറ്റ്സ് ആൻഡ് ലീക്ക് അതുപോലെ കൺഫേം ആയിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ അതേ കണ്ണുകളാണെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ലോക്ക് ടവറിനകത്ത് ഇങ്ങനെ ഇറ്റാച്ച് നടന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹയോട്ടെ ഇങ്ങനെ കൂടെ ചേർന്ന് നിൽക്കണതാണ്. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ കൂടി വന്ന് വെട്ടുന്നു, ഒരു അനിമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ കെല്ലി ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഷെറിങ്കൻ യൂസ് ചെയ്ത് ബാക്കിലോട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീ ഫയർ ഒഫീഷ്യലായി ഇറക്കിയ ട്രെയിലറാണ്. അതുപോലെ തന്നെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1 തീയതി എന്നാണ് ഇപ്പം എൻ്റെ ഒരു സംശയം. ഒന്ന് കത്തി വെച്ചത് കൊണ്ട് ചിലപ്പോൾ 1 തീയതി വരാനായിരിക്കും ചാൻസ്. ഓഗസ്റ്റ് 1 മാക്സിമം വരാനുള്ളൊരു ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവർ നമുക്ക് ഈ ഒരു റെഡ് മൂൺ രീതിക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ പുതുതായി വരാൻ പോകുന്നതാണ്. ഇത് നമ്മുടെ മറ്റേ റിംനാം വില്ലേജിനകത്ത് ലീഫ് വില്ലേജ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് നറൂട്ടോ സീസൺ 1 വന്നപ്പോൾ, ചാപ്റ്റർ 1 വന്നപ്പോൾ. അപ്പോൾ അതേപോലെ നമ്മുടെ സീസൺ ചാപ്റ്റർ 2 വരുമ്പോൾ നമുക്ക് ക്ലോക്ക് ടവർ ഒരു മാറിയിട്ട് റെഡ് മൂണൊക്കെ ആയിട്ട് ഒരു രീതിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് ഇറ്റാച്ചിട്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ബണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് പെയിൻറ്റ് ബണ്ടിൽ, അതുപോലെ ഇറ്റാച്ച്, പിന്നെ നമ്മുടെ മിനാട്ടോ, മഡാറ, അങ്ങനത്തെ കുറച്ച് ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബണ്ടിലോട്ട് നേരെ കിടക്കാം. അപ്പോൾ പിന്നെ അവതാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് അവതാർ കാണിച്ചു തരാം. നിങ്ങൾക്ക് അവതാർ കാര്യങ്ങൾ OB20 കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഫസ്റ്റ് നമുക്ക് OB2, പിന്നെ പെയിൻറ്റ് ബണ്ടിൽ, പിന്നെ ഇറ്റാച്ചിലെ ബണ്ടിൽ ഈ ഒരു രീതിക്ക്, പിന്നെ ഒറിച്ചമാറോ, മിനാട്ടോ, പിന്നെ നമ്മുടെ മഡാറയുടെ ബണ്ടിൽസ്, ഈ ഒരു 5 6 ഈ ഒരു ബണ്ടിൽസാണ് നമുക്ക് വരാൻ പോകുന്നത്. പിന്നെ ഗേൾ ബണ്ടിലായിട്ട് നമ്മുടെ സുനാറുടെ ബണ്ടിൽ, അതുപോലെ ആ ഒരു രീതിക്കുള്ള ബണ്ടിൽസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, ഫുള്ള് മെയിൽ ബണ്ടിലായിരിക്കും. അതുപോലെ ഇറ്റാച്ചിൻ്റെ ബണ്ടിലായിരിക്കും നിങ്ങൾക്ക് ഫേഡഡ് വീലായിട്ട് ടോക്കൺ ടവറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെയിനായിട്ട് അതെടുക്കാനായിരിക്കും നല്ല രീതിക്ക് ഡയമണ്ട് കൊട്ടാൻ പോകുന്നത്. ലക്ക് ബേസിലൊന്നും തരാൻ പോകുന്നില്ല അവർ. ബാക്കിയുള്ള ഡയമണ്ടൊക്കെ നോർമൽ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് ഇവൻ്റൊക്കെ ആയിട്ട് ഇരിക്കും. നമുക്ക് മഡാറയൊക്കെ, പിന്നെ മഡാറ അതുപോലെ നമുക്ക് വല്ല ഫെഡറൽ വീലായിരിക്കും വരിക. ബാക്കിയുള്ള ബണ്ടിൽസ് തന്നെ ഇതൊക്കെ ആയിട്ട് തരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 2 മെയിനായിട്ട് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത് ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ കാണും. പിന്നെ കുറച്ച് ഇമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ടിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ സെൻസായരത്തേക്ക് വീഡിയോ ആണ് ഇടാറ്. അപ്പോൾ ഇത് കുറച്ച് കമൻറ്റ് ഒന്നുള്ളൂ മാത്രം നമ്മൾ ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മോർ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഫുള്ളിലേക്ക് നോക്കിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ ഇപ്പോൾ ഇത്രയും കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൊണ്ട് ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ റോഡ് ടു 10K മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കും കൂടി അടിക്കുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിമിനലിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആനിമേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഫ്രീ ഫയർ ഒഫീഷ്യൽ ഒരു പുറത്തുവിട്ട ഒരു നമ്മുടെ ഗോൾഡൻ ക്രിമിയ അതോ യെല്ലോ ക്രിമിയ, യെല്ലോ അല്ല വൈറ്റ്, എന്താ പറയാമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ക്രിമി ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സെർവർ കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തിട്ട് ഒരു രീതിക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിക്ക് നമ്മുടെ ക്രിമിനൽ കയറി ചാടി വരുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ക്രിമിനൽ നമ്മുടെ നേരെ ഒന്ന് നമ്മുടെ സ്വർണ്ണത്തിലോട്ട് കാര്യങ്ങളൊക്കെ ചാടുന്നുണ്ട്. ഈ സ്വർണ്ണത്തിലോട്ട് ചാടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ അവിടെ കയ്യൊരു ഗണ്ണുണ്ട്, നമ്മുടെ P90. ആ P90 നമുക്ക് അടുത്ത് വരാൻ പോകുന്ന റിയോ ഗൺ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിമിനലിൻ്റെ കയ്യിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനിമേഷനായിട്ട് P90യുടെ ലുക്ക് ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. അത് ഈ ഒരു ഇവൻറ്റ് വരുന്ന സമയത്ത് തന്നെ ഉടനെ ഉണ്ടാവും. ഈ മാസം തന്നെ ജൂലൈനകത്ത് തന്നെ വരുന്നതായിരിക്കും. ഇതിപ്പോൾ ജൂലൈനകത്ത് ആ ഒരു ഇത് വരുന്നതായിരിക്കും. അത് ഈ ഒരു ആനിമേഷൻ ഈ ഒരു ഇത് ക്ലിപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ P90യുടെ ആട്രിബ്യൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ കെല്ലി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ബുള്ളറ്റൊക്കെ ഫയർ ചെയ്യുന്നു. ആ ഒരു രീതിക്കൊക്കെ ഇങ്ങനെ മറിച്ചിടുന്ന കാര്യങ്ങളൊക്കെ കാണും. ഈ വീഡിയോനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മിക്ക കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ഈ നമ്മുടെ ഇമോട്ടൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അത് നമ്മുടെ നമുക്കിപ്പോൾ ആനിമേഷനായിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. ആ ക്രിമിനൽ ഓടിച്ചുകൊണ്ട് വന്ന ഈ ഒരു കാർ നമുക്ക് എന്തായിട്ട് വരുന്നത് ക്യാരക്ടർ ആനിമേഷനായിട്ട് വരുന്നുണ്ട്. ക്യാരക്ടറിൽ ലോബി ആനിമേഷനായിട്ട് എന്താണ്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രിമിനൽ നമ്മുടെ നിയോൺ ക്രിമിനൽ പോലെ തന്നെ മറ്റേ റെഡ് ക്രിമിനലായിട്ട് ഏത് കളറാവുന്ന ഒരു ഗ്രേ ആയിട്ട് കളർ, ഒരു ഗ്രേ പച്ച രീതിക്ക് ആ ഒരു കളറിലോട്ട് മാറുന്നുണ്ട്. അതുപോലെ ഇത് ഗോൾഡിൽ നിന്ന് വൈറ്റിലോട്ടൊക്കെ മാറും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ബ്ലൂ ക്രിമിനൽ, പർപ്പിൾ ക്രിമിനൽ, യെല്ലോ, പിന്നെ എന്തൊക്കെയുള്ള എക്സെട്രാ ബ്ലൂ, ബില്ലോ, യെല്ലോ കപ്പിൾ, എല്ലാ ക്രിമിനലും ഇതിനോടൊപ്പം തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, 8th ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ ആയിട്ട്
അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ P90 പ്ലസ് കുറച്ച് അട്രിബ്യൂട്ട് കാര്യങ്ങൾ, പിന്നെ നമുക്ക് കുറച്ച് ഫ്രീ റിവാർഡ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അത് മാത്രമല്ല നമുക്കിപ്പോൾ 8th ആനിവേഴ്സറി ആയത് കൊടുക്കുക നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യൻ FFKVസിലെ ടൂർണമെൻറ്റ് എന്താണ് പറയുമായിരുന്നു അതിന് ടൂർണമെൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നു ഫ്രീ ഫയറിൻ്റെ. ആ ടൂർണമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഫ്രീ ഫയർ വേൾഡ് കപ്പ് ആയിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ വേറെ പേരാക്കിയിട്ടുണ്ട്, ഫിഫ കപ്പ് എന്താ ഒരു പേര് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് നേരത്തെ ഫ്രീ ഫയറിനകത്ത് സ്റ്റോറിനകത്ത് ഉണ്ടായിരുന്ന ഈ ഒരു രീതിക്കുള്ള റെഡീം സെക്ഷൻ, നമ്മുടെ റെഡീം സെക്ഷൻ നമുക്ക് പോക്കർ MP40 ഓൾഡ് പ്ലേസിന് അറിയാൻ സാധിക്കുന്നതായിരിക്കും. പോക്കറൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് റെഡിയുമായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു ഡേയ്സിന്. അതുപോലെ ഡൈനോ ബണ്ടിൽ നെയിം ചേഞ്ച് കടക്ക് അതിനകത്തുനിന്നായിരുന്നു കിട്ടുന്നത്. അപ്പോൾ ഒരു സാധനം നമുക്ക് റിട്ടേൺ ആയിട്ട് കൊണ്ടുവരുന്നതായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് വരാൻ പോകുന്നത്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ P90 കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 2 അതിൻ്റെ ഒരു ആനിമേഷൻ അതിനകത്ത് കാര്യങ്ങളൊക്കെ സീസൺ 1 ഓൾമോസ്റ്റ് കോസ്റ്റ് ചെയ്തത് 400 കോടി എത്രകൊണ്ട് ഇതൊക്കെ ആക്കിയിട്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. എത്രണ്ട് 400 എക്സാക്ട്ലി സംതിങ് ഒക്കെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ P90 ഈ ഒരു രീതിക്കാണ് നമ്മുടെ P90 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ലെവൽ 1 തൊട്ടിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറായിട്ട് അനിമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല, നല്ല രീതിക്ക് ഇവർ അനിമേഷന് പണി കൊടുത്തിട്ടുണ്ട്. 1 ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ഡാമേജ്, സിംഗിൾ റേറ്റ് ഓഫ് ഫയർ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ റീലോഡ് സ്പീഡാണ് മൈനസ്, അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ്. പക്ഷെ എന്നാലും എനിക്ക് ബെറ്ററിൻ്റെ അടുത്ത് വരത്തില്ല. പിന്നെ നമുക്ക് അനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫയറിങ് എഫക്റ്റ് ഓരോ ലെവൽ കൂടുന്തോറും ഗണ്ണിൻ്റെ വലിപ്പം കൂടി വരികയാണ്. ഹൈറ്റിന് കൂടെ ചായത്തിന് മധുരം കൂടുന്നൊക്കെ പോലെ. പിന്നെ അൺലോക്ക് ന്യൂ എബിലിറ്റി വീണ്ടും ലെവൽ 7 ആവുന്ന തോന്നുന്നത് ഓരോരോ മറ്റേ സ്പേസ്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള രീതിക്കാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. സ്പേസിനകത്ത് പോകണം എന്താണ് ആ സാമാനം പോലെയൊക്കെ ഉണ്ട്. അവർ യൂസ് ചെയ്യുന്ന ഗണ്ണും ഏലിയൻസ് യൂസ് ചെയ്യുന്ന ഗണ്ണും പോലെയൊക്കെയാണ് കാണാൻ സാധിക്കുക. മറ്റേ അവഞ്ചേഴ്സിനകത്തും സ്പൈഡർമാൻ്റെ അകത്തൊക്കെ കാണാൻ സാധിക്കുന്ന പോലത്തെ സാമാനങ്ങളൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ ന്യൂ ലുക്കിനെ കുറച്ച് പുതിയതാണ്. നമ്മുടെ റംസാന എന്താണ്ട് ഇവനകത്ത് M80 കൊണ്ടുവന്ന രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഡയറക്റ്റ് കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മുടെ ഇമോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പക്കാ കോപ്പിയാണ്. നമ്മുടെ പാരഫിൽഡ് ഇമോട്ടിൻ്റെ അതേ കോപ്പിയാണിത്. ഓക്കെ, അത് ഞാൻ അല്ലാന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ നേരെ പോയി പാരഫിൽഡ് ഇമോട്ട് എടുത്ത് നോക്കിയോ. ഓക്കെ, ഡയറക്റ്റ് കോപ്പിയാണ്, അതും ഒരു വ്യത്യാസവും. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് അപ്കമിങ് ആയിട്ടുള്ള ഇവൻറ്റ്സിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ. ഇതിനെക്കാട്ടിലുണ്ട്, പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവൻറ്റ് സെക്ഷൻ അപ്കമിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സപ്പോർട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാത്ത കൊണ്ടാണ് നമ്മൾ മോറായിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും ലീക്ക് ചെയ്യാത്തത്. ഓക്കെ, ലീക്ക് പറഞ്ഞാൽ നമ്മൾ തപ്പി നോക്കിയിട്ടൊക്കെ വേണം അതിന് എടുക്കാനൊക്കെ കൺഫേം ഡേറ്റ് ആയിട്ട് വേണ്ടതൊക്കെ ഇടാൻ. അല്ലാണ്ട് വെറുതെ വരുന്നൊക്കെ പറഞ്ഞിട്ടിട്ട് വരാത്തില്ലെങ്കിൽ നിങ്ങൾ തെറി തന്നെ ഞാൻ അത് കേൾക്കുന്ന അവസ്ഥയൊക്കെ ആവും. അതിന് മുമ്പേ നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക, മാക്സിമം ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സൈനിങ് അപ്പ്.